ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന യൂണിറ്റ് 5th സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസ് സെക്കൻഡ് യൂണിറ്റ് ലൈഫ് ഗിവിംഗ് വാട്ടർ. എന്തൊക്കെയാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്? യെസ്, യൂസസ് ഓഫ് വാട്ടർ. വാട്ടറിൻ്റെ ഒരുപാട് യൂസസ് പറഞ്ഞു അല്ലേ? വാട്ടർ ഈസ് യൂസ്ഡ് ഫോർ ബാത്തിങ്, വാട്ടർ ഈസ് യൂസ്ഡ് ഫോർ ക്ലീനിങ്, വാട്ടർ ഈസ് യൂസ്ഡ് ഫോർ അഗ്രികൾച്ചർ. ആ രീതിയിൽ ഒരുപാട് യൂസസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ദെൻ പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ. വാട്ടർ കളർലെസ്, ഓർഡർലെസ് ആൻഡ് ഷേപ്പ്ലെസ് ആണെന്ന് പറഞ്ഞു. അതുപോലെ വാട്ടർ സബ്സ്റ്റൻസിനെ ഡിസോൾവ് ചെയ്യിക്കുന്നു എന്ന് പറഞ്ഞു. അതുപോലെ വാട്ടറിന് ഫ്ലോ ചെയ്യാനുള്ള, ഒഴുകാനുള്ള കഴിവുണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ വാട്ടർ ക്യാരീസ് ഹീറ്റ് ചൂട് ക്യാരി ചെയ്യുന്നു എന്ന് പറഞ്ഞു, താപം ക്യാരി ചെയ്യുന്നു എന്ന് പറഞ്ഞു. അതുപോലെ വാട്ടറിന് നോ ഡെഫിനിറ്റ് ഷേപ്പ് വിച്ച് ടേക്സ് ദി ഷേപ്പ് ഓഫ് ദി കണ്ടെയ്നർ. അതുപോലെ വാട്ടർ എക്സിസ്റ്റ് ഇൻ സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാഷ്യസ് സ്റ്റേറ്റ്സ്. ഇതൊക്കെയും വാട്ടറിൻ്റെ പ്രോപ്പർട്ടീസാണ്. അതുപോലെ ആ പ്രോപ്പർട്ടി ഉപയോഗപ്പെടുത്തുന്ന സിറ്റുവേഷൻസും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തൊക്കെയാണ് പറഞ്ഞത്? യെസ്, സൊല്യുബിൾ ആൻഡ് ഇൻസൊല്യുബിൾ സബ്സ്റ്റൻസ്. നമ്മൾ എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്ത് സൊല്യുബിൾ ആയിട്ടുള്ളതും ഇൻസൊല്യുബിൾ ആയിട്ടുള്ള സൊല്യൂഷനൊക്കെ സെപ്പറേറ്റ് മനസ്സിലാക്കി വാട്ടർ സൊല്യുബിളും വാട്ടർ ഇൻസൊല്യുബിൾ എന്നുള്ള ടേബിളെല്ലാം ഫില്ല് ചെയ്തു. അതിൽ സൊല്യൂട്ട് ചെയ്താണ്, സോൾവെൻറ്റ് ചെയ്താണ്, ഓരോ സൊല്യൂഷനിലെയും സൊല്യൂട്ട് സോൾവെൻ്റൊക്കെ വേർതിരിച്ച് മനസ്സിലാക്കാനൊക്കെ പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് യൂണിവേഴ്സൽ സോൾവെൻറ്റ്. ഇസ് ഇറ്റ് ഇൻ വാട്ടർ ദാറ്റ് മോർ സബ്സ്റ്റൻസസ് ഡിസോൾവ്? കൂടുതൽ വസ്തുക്കൾ ഡിസോൾവ് ആവുന്നത്, ലയിക്കുന്നത് ജലത്തിലാണോ എന്നാണ് ചോദിക്കുന്നത്. കംപ്ലീറ്റ് ദി ടേബിൾ ആഫ്റ്റർ ഡൂയിങ് ദി എക്സ്പെരിമെൻറ്റ്. നമുക്കൊരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് കണ്ടുപിടിക്കാം. അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റിൻ്റെ എയിം എന്താണ്? അതെ, അവിടെ 3 സോൾവെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ്? വാട്ടർ, കോക്കനട്ട് ഓയിൽ, കെറസിൻ. അതുപോലെ സൊല്യൂട്ട്, ഷുഗർ, സോൾട്ട്, ബ്ലൂ വിട്രിയോൾ മീൻസ് കോപ്പർ സൾഫേറ്റ്, ജാഗറി, ഷുഗർ കാൻഡി, പൊട്ടാസ്യം പെർമാംഗനേറ്റ്. അപ്പോൾ ഇവിടെ എന്താണ് നമ്മുടെ എയിം? ഈ എക്സ്പെരിമെൻ്റ് എങ്ങനെയാണ് ചെയ്യുന്നത്, അതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ എയിം എന്ന് പറയുന്നത് ടു ഫൈൻഡ് ഔട്ട് വിച്ച് എമംഗ് ദി ലിക്വിഡ്സ് വാട്ടർ, കോക്കനട്ട് ഓയിൽ ആൻഡ് കെറോസിൻ ഹാസ് ദി എബിലിറ്റി ടു ഡിസോൾവ് മോർ സബ്സ്റ്റൻസസ്. വാട്ടറിനാണോ, കോക്കനട്ട് ഓയിലിനോ, വെളിച്ചെണ്ണക്കാണോ, മണ്ണെണ്ണക്കാണോ കൂടുതൽ വസ്തുക്കളെ ലയിപ്പിക്കാനുള്ള കഴിവ് എന്ന് കണ്ടെത്തുക. അതാണ് നമ്മുടെ ലക്ഷ്യം, എയിം. ഇനി ഇതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ഏതൊക്കെയാണ്? മെറ്റീരിയൽസ് റിക്വയർഡ് ഏതൊക്കെ വേണം? അവിടെ ആ ടേബിളിൽ കൊടുത്തിരിക്കുന്ന എല്ലാ മെറ്റീരിയൽസും നമുക്ക് ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുണ്ട്. വാട്ടർ, കോക്കനട്ട് ഓയിൽ, കെറസിൻ, ഷുഗർ, സോൾട്ട്, കോപ്പർ സൾഫേറ്റ് ആണ് ബ്ലൂ വിട്രിയോൾ, ജാഗറി, ഷുഗർ കാൻഡി, പൊട്ടാസ്യം പെർമാംഗനേറ്റ്. അപ്പോൾ ഈ മെറ്റീരിയൽസ് റിക്വയർഡ്, ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസൊക്കെ എടുത്തു വെച്ചതിന് ശേഷം ഇനി എന്ത് വേണം? നമുക്ക് എക്സ്പെരിമെൻറ്റിൻ്റെ പ്രൊസീജിയർ അല്ലേ, ഏത് രീതിയിലാണ് എക്സ്പെരിമെൻറ്റ് ചെയ്ത് ആ ടേബിൾ ഫില്ല് ചെയ്യേണ്ടത്? അപ്പോൾ ടേക്ക് എ സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് ഈച്ച് ഓഫ് ദി ലിക്വിഡ്സ് ഇൻ 3 ഡിഫറെൻറ്റ് വെസൽസ് ഓർ ടംബ്ലേഴ്സ്. Put each of these substances to each liquids 1 by 1 and stir well. See whether the substances dissolve and disappear in the liquids. ഇത് വേണം. ഈ 3 ലിക്വിഡ്സ്, 3 സോൾവെൻറ്റ്, വാട്ടർ, കോക്കനട്ട് ഓയിൽ, കെറസിന്, 3 സെപ്പറേറ്റ് ഗ്ലാസ് ടംബ്ലേഴ്സിൽ എടുക്കുക. എന്നിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്ന സൊല്യൂട്ട് ഉണ്ടല്ലോ, ഷുഗർ, സോൾട്ട്, ബ്ലൂ വിട്രിയോൾ, കോപ്പർ സൾഫേറ്റ്, ഇതൊക്കെ ഓരോ സോൾവെൻറ്റിലും കുറച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ സ്റ്റിർ ചെയ്യുക. ഏത് സൊല്യൂട്ടാണ്, ഏത് സോൾവെൻറ്റിലാണ് ഡിസോൾവഡ് ആവുന്നത് എന്ന് നോട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ടേബിൾ ഫില്ല് ചെയ്യാം. അപ്പോൾ എങ്ങനെയായിരിക്കും വരുന്നത്? ഫസ്റ്റ് ഷുഗർ എടുക്കുക. ഷുഗർ വാട്ടറിൽ സോലബിളായിരിക്കും, അതുകൊണ്ട് അവിടെ ഒരു ടിക്ക് മാർക്ക് കൊടുക്കാം. സോൾട്ടും വാട്ടറിൽ സൊല്യൂബിൾ ആണെന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്, അവിടെയും ടിക്ക് മാർക്ക്. അതുപോലെ ബ്ലൂ വിട്രിയോൾ, കോപ്പർ സൾഫേറ്റ്, വാട്ടറിൽ സൊല്യൂബിൾ ആണ്. അതുപോലെ ജാഗരി എന്ന് പറയുമ്പം ശർക്കരയും വാട്ടറിൽ സൊല്യൂബിൾ ആണ്. ഷുഗർ കാൻഡി, കൽക്കണ്ടം,
കൽക്കണ്ടവും വാട്ടറിൽ സൊല്ലുബിൾ ആണ് നമുക്കറിയാം. പൊട്ടാസ്യം പെർമാംഗനേറ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ, അതും വാട്ടറിൽ സൊല്ലുബിൾ ആണ്. ഇനി എന്ത് വേണം, ഈ ഓരോ സൊല്യൂട്ടിനെയും കോക്കനട്ട് ഓയിലിൽ ഇട്ട് കൊടുക്കുക, നന്നായിട്ട് സ്റ്റിർ ചെയ്യുക, നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക, സൊല്ലുബിൾ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഷുഗർ കോക്കനട്ട് ഓയിലിൽ സൊല്ലുബിൾ അല്ല, അതുകൊണ്ട് അവിടെ ക്രോസ് മാർക്ക്. അതുപോലെ സാൾട്ട് കോക്കനട്ട് ഓയിലിൽ സൊല്ലുബിൾ അല്ല, അവിടെയും ക്രോസ് മാർക്ക്. ബ്ലൂ വിട്രിയോൾ കോപ്പർ സൾഫേറ്റും കോക്കനട്ട് ഓയിലിൽ സൊല്ലുബിൾ അല്ല, അവിടെയും ക്രോസ് മാർക്ക്. ജാഗറി സൊല്ലുബിൾ അല്ല, ക്രോസ് മാർക്ക് കൊടുക്കുക. ഷുഗർ കാൻഡി സൊല്ലുബിൾ അല്ല കോക്കനട്ട് ഓയിലിൽ, അവിടെയും ക്രോസ് മാർക്ക്. പൊട്ടാസ്യം പെർമാംഗനേറ്റും കോക്കനട്ട് ഓയിലിൽ സൊല്ലുബിൾ അല്ല, സോ ക്രോസ് മാർക്ക്. ഇനി നമ്മുടെ മൂന്നാമത്തെ സോൾവൻ്റ് ആയിട്ടുള്ള കെറോസിൻ എടുക്കുക. അപ്പോൾ ഷുഗർ കെറോസിനിൽ സൊല്ലുബിൾ അല്ല, സോ ക്രോസ് മാർക്ക് കൊടുക്കുക. സാൾട്ടും കെറോസിനിൽ സൊല്ലുബിൾ അല്ല, അവിടെയും ക്രോസ് മാർക്ക്. ബ്ലൂ വിട്രിയോൾ കോപ്പർ സൾഫേറ്റും കെറോസിനിൽ സൊല്ലുബിൾ അല്ല, ക്രോസ് മാർക്ക് കൊടുക്കുക. ജാഗരി ശർക്കരയും കെറോസിനിൽ സൊല്ലുബിൾ അല്ല, ക്രോസ് മാർക്ക്. ഷുഗർ കാൻഡി കെറോസിനിൽ സൊല്ലുബിൾ ആണോ അല്ല അല്ലേ, അതുകൊണ്ട് ക്രോസ് മാർക്ക് കൊടുക്കുക. പൊട്ടാസ്യം പെർമാംഗനേറ്റും കെറോസിനിൽ സൊല്ലുബിൾ അല്ല. നമ്മുടെ ടേബിൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒബ്സർവേഷനൊക്കെ ഈ ടേബിൾ ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഈ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ ഇൻഫറൻസ് കിട്ടും. എന്താണ് ഇൻഫറൻസ്? വാട്ടർ ഹാസ് ദി കപ്പാസിറ്റി ടു ഡിസോൾവ് മോർ സബ്സ്റ്റൻസസ് ദാൻ കോക്കനട്ട് ഓയിൽ ആൻഡ് കെറോസിൻ. കെറോസിനെയും കോക്കനട്ട് ഓയിലിനെയൊക്കെ അപേക്ഷിച്ചിട്ട് വാട്ടറിനാണ് കൂടുതൽ സബ്സ്റ്റൻസിനെ ഡിസോൾവ് ചെയ്യിക്കാൻ സാധിക്കുന്നത്. അവിടെ ടേബിളിൻ്റെ താഴെയായിട്ട് ഒരു ക്വസ്റ്റ്യൻ കാണാം, വിച്ച് ഈസ് ദി ലിക്വിഡ് ഇൻ വിച്ച് മോസ്റ്റ് സബ്സ്റ്റൻസസ് ഡിസോൾവ്. അത് നമ്മൾ പറഞ്ഞു, ഏത് ലിക്വിഡിലാണ് കൂടുതൽ വസ്തുക്കൾ ഡിസോൾവ് ആവുന്നത്? യെസ്, വാട്ടർ. ഡു ഓൾ വാട്ടർ സൊല്ലുബിൾ സബ്സ്റ്റൻസസ് ഡിസോൾവ് ഇൻ അതർ ലിക്വിഡ്സ്? വാട്ടറിൽ ഡിസോൾവ് ആവുന്ന എല്ലാ വസ്തുക്കളും മറ്റ് ലിക്വിഡ്സിൽ, മറ്റ് സോൾവെൻറ്റിൽ ഡിസോൾവ് ആവുന്നുണ്ടോ എന്നാണ് ഇവിടെ ചോദിക്കുന്നുണ്ട്. നമുക്ക് ആ ടേബിൾ അനലൈസ് ചെയ്താൽ മനസ്സിലാവും, വാട്ടറിൽ സൊല്ലുബിളുള്ള എല്ലാ സൊല്യൂട്ടും മറ്റുള്ള സോൾവെൻറ്റിൽ സൊല്ലുബിൾ ആവണമെന്നില്ല. അപ്പോൾ ഇവിടെ എന്ത് നമുക്ക് പറയാൻ പറ്റും? വാട്ടർ ഈസ് എ സോൾവെൻറ്റ് വിച്ച് ഡിസോൾവ്സ് എ ലാർജ് നമ്പർ ഓഫ് സബ്സ്റ്റൻസസ്, ഹെൻസ് വാട്ടർ ഈസ് കോൾഡ് ദി യൂണിവേഴ്സൽ സോൾവെൻറ്റ്. കൂടുതൽ വസ്തുക്കളെ ഡിസോൾവ് ചെയ്യിക്കുന്ന ഒരു സോൾവെൻ്റ് ആണ് വാട്ടർ. അതുകൊണ്ട് വാട്ടർ യൂണിവേഴ്സൽ സോൾവെൻറ്റ്, സാർവിക ലായകം എന്ന് അറിയപ്പെടുന്നു. വാട്ടർ സൊല്യുബിളായിട്ടുള്ള ഒരുപാട് സബ്സ്റ്റൻസിൻ്റെ കാര്യം പറഞ്ഞു. എന്നാൽ വാട്ടറിൽ സൊല്യുബിൾ അല്ലാത്ത ചില എക്സാമ്പിൾസ് നോക്കാം, ചില സബ്സ്റ്റൻസിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. ജാക്ക് ഫ്രൂട്ട് ഗമ്മ്, പൈൻറ്റ്, ക്യാംഫർ. അപ്പോൾ ഈ വസ്തുക്കൾ വാട്ടറിൽ സൊല്യുബിൾ അല്ല. അപ്പോൾ ജാക്ക് ഫ്രൂട്ട് ഗമ്മ്, പൈൻറ്റൊക്കെ നമ്മുടെ കയ്യിൽ ആയിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് റിമൂവ് ചെയ്യുന്നത്? അതെ, അത് സൊല്യുബിൾ ആയിട്ടുള്ള മറ്റുള്ള സോൾവെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും അല്ലേ. ജാക്ക് ഫ്രൂട്ട് ഗമ്മ് സൊല്യുബിൾ ആയിട്ടുള്ള, ചൊക്കപ്പശു സൊല്യുബിൾ ആയിട്ടുള്ള സോൾവെൻറ്റ് ഏതാണ്? യെസ്, കോക്കനട്ട് ഓയിൽ. വെളിച്ചെണ്ണയിൽ ജാക്ക് ഫ്രൂട്ട് ഗമ്മ് സൊല്യുബിൾ ആണ്. അതുകൊണ്ട് ജാക്ക് ഫ്രൂട്ട് ഗമ്മ് കയ്യിൽ ആയിക്കഴിഞ്ഞാൽ അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യും. അതുപോലെ പൈൻറ്റ്, കെറോസിൻ മണ്ണെണ്ണയിൽ സൊല്യുബിളാണ്. അതുകൊണ്ട് കയ്യിൽ പൈൻറ്റ് ആയിക്കഴിഞ്ഞാൽ അത് കളയാൻ വേണ്ടിയിട്ട്, റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കെറോസിൻ യൂസ് ചെയ്യും. അതുപോലെ ക്യാംഫർ വാട്ടറിൽ സൊല്യുബിൾ അല്ല, എന്നാൽ കോക്കനട്ട് ഓയിലും കെറോസിനിലും ക്യാംഫർ, കർപ്പൂരം സൊല്യുബിളാണ്. വാട്ടറിൽ സൊല്യുബിൾ അല്ലാത്ത ഇത്തരം ഐറ്റംസിനെ കുറിച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതെങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത് എന്ന കാര്യം കൂടി ഓർത്തു വെക്കാം. നെക്സ്റ്റ്, വാട്ട് ആർ ദി ബെനിഫിറ്റ്സ് ഓഫ് വാട്ടർ ബീങ് എ യൂണിവേഴ്സൽ സോൾവെൻറ്റ്? ജലം ഒരു യൂണിവേഴ്സൽ സോൾവെൻ്റ് ആയതുകൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് പ്രയോജനങ്ങൾ ഉള്ളത് എന്ന് നോക്കാം. വാഷ് എവേ ദി ഡേർട്ട് ഫ്രം ദി ബോഡി. നമ്മുടെ ശരീരത്തിലുള്ള ഡേർട്ട്, മാലിന്യങ്ങൾ നമുക്ക് കഴുകി കളയാൻ പറ്റുന്നുണ്ട്. വി മേക്ക് സോഡ വാട്ടർ, നമുക്ക് സോഡ വാട്ടർ ഉണ്ടാക്കാൻ പറ്റും. വി യൂസ് ഷുഗർ ഇൻ സോഫ്റ്റ് ഡ്രിങ്ക്സ്, സോഫ്റ്റ് ഡ്രിങ്ക്സിൽ ഷുഗർ യൂസ് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഫോർ ഇൻഡസ്ട്രിയൽ പർപ്പസസ്,
വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വാട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ വാട്ടറിൻ്റെ ഈ യൂണിവേഴ്സൽ സോൾവെൻ്റ് എന്നുള്ള ഒരു കാര്യമാണ് ഉപയോഗപ്പെടുത്തുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് വാട്ടർ ലെവൽ. വാട്ടറിൻ്റെ ഈ ഒരു പ്രോപ്പർട്ടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യാം. ആ എക്സ്പെരിമെൻറ്റിൻ്റെ എയിം എന്ന് പറയുന്നത് ടു ഫൈൻഡ് ഔട്ട് വാട്ടർ മെയിൻറ്റെയിൻസ് ഇറ്റ്സ് ലെവൽ. വാട്ടർ അതിൻ്റെ ലെവൽ നിലനിർത്തുന്നുണ്ടോ, മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കാൻ. അപ്പോൾ നമ്മൾ മറ്റുള്ള എക്സ്പെരിമെൻറ്റിലൊക്കെ ചെയ്തതുപോലെ സ്റ്റെപ്പ് വൈസ് ആയിട്ട് നമുക്ക് നോക്കാം. എയിം പറഞ്ഞു. ഇനി ഈ ഒരു എക്സ്പെരിമെൻറ്റിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് റിക്വയർഡ് എന്തൊക്കെയായിരിക്കും? യെസ്, 2 പ്ലാസ്റ്റിക് ബോട്ടിൽസ് വേണം, പിന്നെ മേസൺ പൈപ്പ്, വാട്ടർ, സാൻഡ്, സ്പൂണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആവശ്യമുള്ളത്. ഇനി പ്രൊസീജിയർ നോക്കാം, ഏത് രീതിയിലാണ് നമ്മൾ ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ് ചെയ്യുന്നത്? കട്ട് 2 പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഇൻറ്റു 2 ഈക്വൽ സൈസ്. 2 പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ട് അതിനെ തുല്യ അളവിൽ കട്ട് ചെയ്തിട്ടെടുക്കാം. പുട്ട് എ ഹോൾ എറ്റ് ദി ബേസ് ഓഫ് ഈച്ച് ഓഫ് ദി ബോട്ടിൽസ്. 2 ബോട്ടിലിൻ്റെയും താഴെ അടിയിൽ ബേസിൽ ഹോൾസ് ഇട്ട് കൊടുക്കുക. ഇൻസെർട്ട് ദി എൻഡ്സ് ഓഫ് എ മേസൺ പൈപ്പ് ഇൻറ്റു ഈച്ച് ഓഫ് ദി ഹോൾസ്, ക്ലോസിംഗ് ദം വിതൗട്ട് ലീക്കേജ് യൂസിങ് an adhesive. ഒരു മേസൺ പൈപ്പ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഹോൾസിലൂടെ കടത്തിയ ശേഷം ലീക്കേജ് ചോർച്ചയില്ലാതെ പശ കൊണ്ട് നന്നായിട്ട് അടച്ചു വെക്കുക. ആഡ് വാട്ടർ ടു ഫിൽ 1 ബോട്ടിൽ കംപ്ലീറ്റ്ലി. ഒബ്സർവ് ദി വാട്ടർ ലെവൽ ഇൻ ദി 2 ബോട്ടിൽ. ഒരു ബോട്ടിലിൽ നിറയെ വെള്ളം ഒഴിക്കുക. എന്നിട്ട് എന്ത് വേണം? ഒബ്സർവ് ചെയ്യുക, നിരീക്ഷിക്കുക. 2 ബോട്ടിലെയും വാട്ടർ ലെവല് ഏത് രീതിയിലാണ് ഉണ്ടാവുന്നത് എന്ന് ഒബ്സർവ് ചെയ്യുക. ഇപ്പോൾ എന്ത് നമുക്ക് കാണാൻ പറ്റും? 2 ബോട്ടിലെയും വാട്ടർ ലെവല് സെയിം ആയിട്ട് കാണാൻ സാധിക്കും. ഇനി എന്താ വേണ്ടത്? റിമൂവ് സം വാട്ടർ ഫ്രം 1 ഓഫ് ദി ബോട്ടിൽ ആൻഡ് ഒബ്സർവ് ദി വാട്ടർ ലെവൽ. എന്ത് വേണം? ഒരു ബോട്ടിൽ നിന്ന് അല്പം വാട്ടർ നീക്കം ചെയ്യുക. മറ്റേ ബോട്ടിലുള്ള വാട്ടർ ലെവലിന് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുക, ഒബ്സർവ് ചെയ്യുക. Again observe the water level in the 2 bottles by adding some sand into 1 of the bottles, and again observe the water level by removing the sand in small quantities using spoon. അപ്പോൾ അവിടെ തന്നെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഒരു ബോട്ടിലിൽ കുറച്ച് മണലിടുന്ന സമയത്ത് വാട്ടർ ലെവലിൽ എന്ത് മാറ്റമാണ് കാണുന്നത്? അതുപോലെ കുറച്ച് സാൻഡ്, മണൽ അല്പം സ്പൂണോ മറ്റോ ഉപയോഗിച്ചിട്ട് കോരിയെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വാട്ടർ ലെവലിന് എന്തെങ്കിലും മാറ്റം കാണുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഒബ്സർവേഷൻ നോക്കിയാൽ എന്ത് മനസ്സിലാക്കാൻ പറ്റും? When water is poured into 1 bottle in 1 bottle, the water enters the other bottles through the pipe and the water level becomes the same in both the bottle. നമ്മൾ വാട്ടർ ഒരു ബോട്ടിലിൽ മാത്രം ഒഴിച്ചു കഴിഞ്ഞാലും നമ്മൾ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മേസൺ പൈപ്പിലൂടെ മറ്റേ ബോട്ടിലേക്ക് വാട്ടർ പോവും. ആ വാട്ടർ ലെവൽ 2 ബോട്ടിലെയും വാട്ടർ ലെവൽ സെയിം ആയിട്ട് മാറും. When water is removed from 1 bottle, the water level decreases in the other bottle and the water level becomes the same in both the bottle. നമ്മൾ കുറച്ച് വാട്ടർ എടുത്തിട്ട് ഒരു ബോട്ടിലുള്ള വാട്ടർ കുറച്ച് എടുത്തിട്ട് മാറ്റിക്കഴിഞ്ഞാൽ വാട്ടർ ലെവൽ എന്താവും? ഡിക്രീസ് ചെയ്യും. അതേപോലെ മറ്റേ ബോട്ടിലുള്ള വാട്ടർ ലെവലും ഡിക്രീസ് ചെയ്യും. അങ്ങനെ 2 ബോട്ടിലെയും വാട്ടർ ലെവൽ സെയിം ആയിട്ട് മാറും. ഇനി നമ്മൾ സാൻഡിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? വെൻ സം സാൻഡ് ഈസ് പുട്ട് ഇൻ 1 ബോട്ടിൽ, ദി വാട്ടർ ലെവൽ ഇൻക്രീസസ് ഇൻ ദാറ്റ് ബോട്ടിൽ, ബട്ട് ഇൻ ബോത്ത് ദി ബോട്ടിൽസ് വിൽ ബിക്കം ദി സെയിം. നമ്മളൊരു ബോട്ടിലിൽ കുറച്ച് മണലിടുകയാണെങ്കിൽ വാട്ടർ ലെവൽ എന്താവും? ഇൻക്രീസ് ചെയ്യും, വാട്ടർ ലെവൽ ഉയരും. നമ്മളൊരു ബോട്ടിൽ മാത്രമാണ് സാൻഡ് ഇടുന്നത്, എന്നാൽ വാട്ടർ ലെവൽ എന്താവും? 2 ബോട്ടിലെയും വാട്ടർ ലെവൽ പിന്നീട് പെട്ടെന്ന് തന്നെ സെയിം ആയിട്ട് മാറും. അതുപോലെ വെൻ സം സാൻഡ് ഈസ് റിമൂവ്ഡ് ഫ്രം ദി ബോട്ടിൽ, ദി വാട്ടർ ലെവൽ ഡിക്രീസസ് ഇൻ ദാറ്റ് ബോട്ടിൽ ആൻഡ് ദി വാട്ടർ ലെവൽ ഇൻ ബോത്ത് ദി ബോട്ടിൽസ് വിൽ ബിക്കം ദി സെയിം. അതുപോലെ നമ്മൾ ആദ്യം സാൻഡ് ആഡ് ചെയ്തു. ഇനി എന്ത് വേണം? സ്പൂണോ മറ്റോ യൂസ് ചെയ്തിട്ട്
ഒരു ബോട്ടിലുള്ള സാൻഡ് അല്പാൽപമായിട്ട് കോരിയെടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ എന്ത് കാണാൻ പറ്റുന്നത്? വാട്ടർ ലെവല്, ആ ബോട്ടിലുള്ള വാട്ടർ ലെവല് ഡിക്രീസ് ചെയ്യും. പെട്ടെന്ന് തന്നെ എന്താവും, മറ്റേ ബോട്ടിലുള്ള വാട്ടർ ലെവലും ഡിക്രീസ് ചെയ്തിട്ട് രണ്ട് ബോട്ടിലെയും വാട്ടർ ലെവല് സെയിം ആയിട്ട് മാറും. നമുക്ക് ഈ എക്സ്പെരിമെൻ്റ് ചെയ്തതിലൂടെ എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? വാട്ടർ മെയിൻറ്റെയിൻസ് ഇറ്റ്സ് ലെവൽ. ജലം അതിൻ്റെ ലെവല് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഈ ഒരു പ്രൊസീജിയറിലൂടെ ഈ എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കുക. വാട്ടർ അതിൻ്റെ ലെവല് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുക. നമ്മുടെ ഒരു കൂട്ടുകാരി സുൽഫ ഫാത്തിമ ചെയ്ത എക്സ്പെരിമെൻ്റ് നമുക്ക് നോക്കാം. Today I am going to make an experiment. Our aim is water maintains its level. To make this experiment, we need 2 bottles connected with a pipe and water. Now let's pour water to 1 bottle. Now we can see the water level is same. Thank you. വാട്ടർ അതിൻ്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്ന് മനസ്സിലായി. വെൻ ഗ്രൗണ്ട് വാട്ടർ ഈസ് കളക്റ്റഡ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ് ഫോർ ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്ഷ്യൽ പർപ്പസസ്, ഇറ്റ് റിസൾട്ട് ഇൻ ദി ഡിപ്ലീഷൻ ഓഫ് വാട്ടർ ലെവൽ. ദിസ് ലീഡ്സ് ടു ദി ഫോൾ ഓഫ് വാട്ടർ ലെവൽ ഇൻ വെൽസ് ഇൻ ദി നെയ്ബർഹുഡ്. എന്താ ഇവിടെ പറയുന്നത്? വ്യാവസായിക ആവശ്യങ്ങൾക്കും വിൽപ്പനയ്ക്കും മറ്റുമായിട്ട് വൻതോതിൽ വെള്ളം കളക്ട് ചെയ്യുന്ന സമയത്ത് ഗ്രൗണ്ട് വാട്ടർ, ഭൂഗർഭ ജലവിധാനം താഴുന്നതിനാൽ സമീപത്തെ കിണറുകളിലും വാട്ടർ ലെവല് കുറയാൻ ഇടവരുന്നു. അപ്പോൾ ഇക്കാര്യങ്ങൾ മനസ്സിലാക്കുക. അതിൻ്റെ താഴെ തന്നെ പറയുന്നുണ്ട്, റിപ്പീറ്റ് ദിസ് എക്സ്പെരിമെൻറ്റ് ആഫ്റ്റർ കണക്റ്റിംഗ് 4 or 5 bottles ടുഗെദർ. 4 or 5 ബോട്ടിൽസ് പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് ഈ പരീക്ഷണങ്ങൾ, ഈ എക്സ്പെരിമെൻറ്റ് റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് പഠിക്കാനുള്ളത് സബ്സ്റ്റൻസസ് ദാറ്റ് സിങ്ക് ആൻഡ് ദോസ് വിച്ച് ഫ്ലോട്ട്. Mubashira is experimenting by putting a block of wood in water. You can see the block of wood floating. Do all substances float on water like this? മരക്കഷണം വെള്ളത്തിലിട്ട് എക്സ്പെരിമെൻ്റ് ചെയ്യുകയാണ് മുബഷിറ. ആ മരക്കഷണം പൊങ്ങിക്കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ആ ഫിഗറിൽ. അപ്പോൾ എല്ലാ വസ്തുക്കളും ഇതേ രീതിയിൽ വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്യുമോ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ എന്ത് വേണം? Try the experiment putting some familiar object in water. Write your observations in the science diary. അപ്പോൾ നമുക്ക് സുൽഫ ചെയ്തിട്ടുള്ള എക്സ്പെരിമെൻ്റ് നോക്കാം. Hi, my name is Zulfa Fatima from 5th E. Today I am going to make an experiment. Our aim is some object float on water and some object sink in water. To make this experiment, I have taken plastic bottle, bangle, egg, plastic egg, paper, scissor and stone. First I am going to put the plastic bottle into water. The plastic bottle is floating on water. Next, bangle. The bangle is sinking in water. Next, egg. The egg is sinking in water. Next, plastic egg. The plastic egg is floating on water. Next, paper. The paper is floating on water. Next, scissor. The scissor is sinking in water. Next, stone. The stone is sinking in water. In this experiment, we understood weightless objects float on water and weight objects
sink in water. Thank you. അപ്പോൾ എല്ലാവരും സുൽഫയുടെ എക്സ്പെരിമെൻ്റ് കണ്ടല്ലോ. എല്ലാ കൂട്ടുകാരും ഈ രീതിയിൽ എക്സ്പെരിമെൻറ്റ് ചെയ്യാം. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് എടുത്തിട്ട് ഈ ഒരു ടേബിൾ ഫിൽ ചെയ്യാം. ഒബ്ജക്ട്സ് ദാറ്റ് ഫ്ലോട്ട് ഓൺ വാട്ടർ. ജലത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഒബ്ജക്ട്സ് ഏതൊക്കെയാണ്? തെർമോക്കോൾ, പ്ലാസ്റ്റിക്, പേപ്പർ ആൻഡ് പ്ലാന്റൈൻ സ്റ്റെം വാഴത്തണ്ടും. നെക്സ്റ്റ് കോളത്തിൽ കാണാം ഒബ്ജക്ട്സ് ദാറ്റ് സിങ്ക് ഇൻ വാട്ടർ. ഏതൊക്കെയായിരിക്കും എക്സാമ്പിൾസ്? ജലത്തിൽ താഴ്ന്നു പോകുന്ന വസ്തുക്കൾക്ക് എക്സാമ്പിൾസ് ഏതൊക്കെയായിരിക്കും? യെസ്, സ്റ്റോൺ, സാൻഡ്, കോയിൻ, മെറ്റൽ ബ്ലോക്ക്. ഇതൊക്കെയാണ് വെള്ളത്തിൽ താഴ്ന്നു പോകുന്ന വസ്തുക്കൾക്ക് ഒബ്ജക്ട്സിനുള്ള എക്സാമ്പിൾസ്. അപ്പോൾ കൂടുതൽ എക്സാമ്പിൾസ് കണ്ടെത്തിയിട്ട് ഈ ടേബിളൊന്ന് വിപുലീകരിച്ചെഴുതാം. You have now understood that several objects float on water. Have you come across any instance in which we make use of this property? നമ്മൾ പല വസ്തുക്കളും ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നു, ഫ്ലോട്ട് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒബ്ജക്ട്സിൻ്റെ പ്രത്യേകത നമ്മൾ പ്രയോജനപ്പെടുത്തുന്ന ഏതെങ്കിലും സന്ദർഭങ്ങൾ അറിയാമോ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ഏതൊക്കെയായിരിക്കും? യെസ്, ലേണിംഗ് ടു സ്വിം, ഹോൾഡിംഗ് ഓൺ ടു എ പ്ലാന്റൈൻ സ്റ്റെം, വാഴത്തണ്ടിൽ കിടന്നിട്ട് നീന്തൽ പഠിക്കുന്നു. അതുപോലെ ക്യാരിയിങ് ആർട്ടിക്കിൾസ് ഓൺ എ റാഫ്റ്റ്, ചങ്ങാടത്തിൽ സാധനങ്ങൾ കൊണ്ടുപോകുന്നു. അപ്പോൾ ഇത് ഈ വസ്തുക്കളുടെ ഫ്ലോട്ടിംഗ് പ്രോപ്പർട്ടി, ജലത്തിൽ പൊങ്ങിക്കിടക്കാനുള്ള വസ്തുക്കളുടെ സാധ്യത പ്രയോജനപ്പെടുത്തുന്ന 2 എക്സാമ്പിൾസാണ്. അപ്പോൾ കൂടുതൽ എക്സാമ്പിൾസ് നിങ്ങൾ കണ്ടെത്തുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് പാർട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.